ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തില് ഒരു സെബൂലാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സെബൂലാൻ സമുദ്ര തീരത്ത് വസിക്കും, കപ്പൽ തുറമുഖത്ത് പാർക്കും, അവന്റെ 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 അതിര് സീതോൻ വരെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ അതിരുകളെ ഞെരുക്കിക്കളഞ്ഞ ചില മേഖലകൾക്കകത്തു നിന്ന് ദൈവം ഹല്ലേലൂയ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക, നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക. പുറപ്പെടാൻ കഴിയാത്ത ചിലത് ഈ നാളുകൾ പുറപ്പെടാൻ കഴിയാത്ത ചിലത് ഈ നാളിൽ പുറപ്പെടും. പിടിച്ചു വയ്ക്കപ്പെട്ട ചിലത് അതിനെ പൊട്ടിച്ചു പുറത്തു വരും. ഒരു സെബൂലാന്റെ മേല് ദൈവത്തിന്റെ ഒരു വലിയ വാഗ്ദത്വം ഉണ്ടായിരുന്നു. അത് വലിയ നന്മയുടെ ഒരു വാഗ്ദത്വം ഉണ്ടായിരുന്നു, ഉയർച്ചയുടെ ഒരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ ചില കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സെബൂലാനും നഫ്താലിക്കും ഭിന്നത വന്നെങ്കിൽ പിന്നത്തേതിൽ എല്ലാം ഫുൾ സ്റ്റോപ്പോട് കൂടി തീർന്നല്ല ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നത്. പിന്നത്തേതിൽ ഒരു കാലഘട്ടം കൊണ്ട് നിനക്ക് വച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അത് പ്രാപിച്ചെടുക്കാൻ കഴിയും? എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ഒരു കാലഘട്ടം കൂടെ നീ തീർന്നു പോയെന്ന് പറഞ്ഞെടുത്തിനകത്ത് നിന്ന് ഒരു പുതിയത് സംഭവിക്കാൻ പോകുക.